والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله ബഹുമാനവും ആദരവും നിറഞ്ഞതായ മാദിഹീങ്ങൾ ഉസ്താദുമാരോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ മുഅ്മിനീങ്ങൾ മുതഅല്ലിമീങ്ങൾ ഉമ്മപ്പെങ്ങന്മാർ അൽഹംദുലില്ലാഹ് നാമേവരും അറിഞ്ഞതുപോലെ സ്വലാത്തിന്റെ മജ്ലിസ് കഴിഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകളെ പറയുന്നതായ പോരിശകളെ പറയുന്നതായ ഒരു മജ്ലിസിലാണ് നാമേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നാമേവരും അറിഞ്ഞതുപോലെ ദാറുൽ ഹുദ എന്ന മഹത്താക്കപ്പെട്ട സ്ഥാപനം ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം 3 വർഷമായി നീണ്ടുപോകുന്നു. ഒരുപാട് മുതഅല്ലിമീങ്ങൾ വിവിധ രീതിയിലുള്ളതായ പഠനങ്ങളുമായി വിവിധ രീതിയിലുള്ളതായ ഭൗതികമായും അതുപോലെ തന്നെ ധാർമ്മിക രീതിയിലുള്ള പഠനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ദഅവ കോളേജിലെ വിദ്യാർത്ഥികളും ജൂനിയർ ദഅവയിലെ വിദ്യാർത്ഥികളും വിമൻസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികളും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം കൊടുക്കുന്നതായ ഒരു മഹത്താക്കപ്പെട്ട സ്ഥാപനമാണ് ദാറുൽ ഹുദ എന്ന ഈ മഹത്താക്കപ്പെട്ട സ്ഥാപനം. ഈ സ്ഥാപനത്തിലേക്ക് ചേർന്നതിന് മുമ്പായി നാമേവരും ഇവിടെ ഭരിക്കുന്നതായ ഓരോ താലിമീങ്ങളും അവിടുന്ന് മദ്രസകളിലുള്ളതായ SBS എന്നുള്ള സംഘടനയിൽ പാട്ടും പാടിയും അതുപോലെ തന്നെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും വന്നവരാണ്. പക്ഷേ ഇവിടെ ഈ ദാറുൽ ഹുദ എന്ന മഹത്താക്കപ്പെട്ട സ്ഥാപനത്തിലേക്ക് വന്ന സന്ദർഭത്ത് സാഹിത്യ സമാജം എന്ന ആ സംഘടനയിലേക്ക് ചേർന്ന സന്ദർഭത്തിൽ ആദ്യമായി ഓരോ ഗ്രൂപ്പുകളിൽ അവിടെ നിന്ന് ചേർന്നുകൊണ്ട് ഓരോ മത്സരങ്ങൾ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മനസ്സിലൊരു പേടി തോന്നുകയാണ്. ഇതെന്താണ് റബ്ബേ ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചത്, ഇത്രത്തോളം ഞാൻ ഇതിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവിടെ നിന്ന് ഒരു മനസ്സിലേക്ക് ഒരു പേടി തോന്നുകയാണ്. ഞങ്ങൾക്ക് തന്നതായ ഒരു ഭാരമായി തോന്നുകയാണ്. ഇങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയപ്പോൾ അൽഹംദുലില്ലാഹ് അൽഫമറ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങളാണ് ഈ സ്ഥാപനത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹിത്യ സമാജത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം വിവിധ രീതിയിലുള്ളതായ മഹാന്മാരുടെ പേരുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ജനിച്ചത് മുതലുള്ള വഫാത്തായത് വരെയുള്ള അവരുടെ ഓരോ ജീവിതചര്യങ്ങളുടെ അവരെടുത്തതായ ഓരോ പാദരക്ഷകളുടെ കുറിച്ച് എഴുതിക്കൊണ്ട് അതിനെ മറ്റു മുതഅല്ലിമീങ്ങളുടെ മുമ്പിൽ വെച്ച് പാലനം ചെയ്യുകയാണ്. ശേഷം അതിൽ നിന്ന് തന്നെ ക്വിസ് നടത്തിക്കൊണ്ട് മുതഅല്ലിമീങ്ങൾക്കുള്ളതായ വികസനത്തിലേക്കുള്ള തയ്യാറെടുപ്പ് കൂടിയും സമാജം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഓരോ പ്രത്യേക ദിവസങ്ങൾ വരുമ്പോഴും ആഴ്ചകൾ വരുമ്പോഴും വിവിധ രീതിയിലുള്ള ക്വിസ് മത്സരങ്ങളും ഓരോ പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ സ്ഥാപനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് മുതഅല്ലിമീങ്ങൾ തന്നെ അവിടുന്ന് സമാജത്തിന്റെ മുതഅല്ലിമീങ്ങൾ തന്നെ തങ്ങൾക്കുള്ളതായ പ്രതിഭകളെ പുറത്തെടുക്കുകയാണ്, കഴിവുകളെ പുറത്തെടുക്കുകയാണ്. ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുകയാണ് ഞങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭകൾ ഞങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ അടുത്തു കഴിഞ്ഞതായ റബീഉൽ അവ്വൽ പരിപാടിയിലും അതുപോലെ തന്നെ മറ്റു പരിപാടിയിൽ നോക്കുമ്പോഴും തന്നെ ഞങ്ങളുടെ നാട്ടുകാർക്കും ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മനസ്സിലായിട്ടുണ്ട് ഈ ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ അയച്ചതിന് ശേഷം എത്ര വികസനം നടന്നിട്ടുണ്ട്, അവരിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എത്ര ഉയർച്ചയിലേക്കായി അവർ ഉയർന്നിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കൂടി മനസ്സിലായിട്ടുണ്ട്. ഈ അടുത്തു കഴിഞ്ഞതായ സാഹിത്യോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിലെ പല വിദ്യാർത്ഥികളും സമാജത്തിൽ നിന്ന് പ്രസംഗിച്ച കാരണം കൊണ്ട് സമാജത്തിൽ നിന്ന് പാട്ടുപാടിയ കാരണം കൊണ്ട് ഡിസ്ട്രിക്ട് ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും മത്സരിച്ചതായ പല വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തിലുണ്ട്. ആ സമാജത്തിന്റെ കീഴിൽ നടത്തി വരാറുള്ളതായ ഒരു ആഴ്ചത്തോളം നടത്തി വരാറുണ്ടായിരുന്നതായ ഒരു ബുർദ മജ്ലിസിന്റെ വാർഷികത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പല സമയത്തും ആ ബുർദ മജ്ലിസ് നടത്തുന്ന സന്ദർഭത്ത് ഞങ്ങളിലേക്ക് പലരും ശീർണികൾ തരുമ്പോൾ അതിനുശേഷം അവർ അതിന്റെ ഫലമറിഞ്ഞുകൊണ്ട് അതിന്റെ ലാഭം അറിഞ്ഞുകൊണ്ട് അവർ പിന്നെ ഞങ്ങളിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസിനുള്ളതായ ശീർണികൾ ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇന്ന ഫലം ഞങ്ങൾക്ക് ഈ മജ്ലിസ് കാരണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്
ഒരുപാട് ഫലങ്ങളും ഒരുപാട് വിഷയങ്ങളും രോഗശമനങ്ങളും അതുപോലെ തന്നെ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ബുർദയിലേക്ക് നേർച്ച വെച്ചുകൊണ്ട് സംഭാവന ചെയ്തവരുണ്ട്. ആ ഒരു ബുർദ മജ്ലിസിന്റെ വാർഷികത്തിലാണ് നാമേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബുർദയെ കുറിച്ച് നാമേവരും പ്രത്യേകിച്ച് പറയേണ്ടതെന്നുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഉസ്താദുമാരും ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബുർദയുടെ മഹത്വത്തെക്കുറിച്ചും ഹബീബ് തങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ സ്വഹാബാക്കൾ ഹബീബ് തങ്ങളെ മഹത്വത്തെ വെച്ച് ആ രീതിയെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ബുർദ മജ്ലിസിലാണ് നാമേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ബുർദ മജ്ലിസ് കാരണം ഒരുപാട് ആൾക്കാർക്ക് അവിടെ നിന്ന് രോഗശമനം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ലഭിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാർ മക്കളില്ലാതെ വിഷമിച്ച സന്ദർഭത്ത് അവിടെ നിന്ന് ബുർദ മജ്ലിസുകളിലേക്ക് നേർച്ച വെച്ച സന്ദർഭത്ത് മക്കളുണ്ടായി എന്നുള്ള സന്തോഷ വാർത്തയും കൂടി അറിയിച്ചിട്ടുണ്ട്. പല സമയത്തും ഞങ്ങൾക്കും ഉസ്താദുമാർ പറയുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കും. എന്ത് വിഷയം പറയുമ്പോൾ ബുർദ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ പാരായണം ചെയ്തു തീർക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്ന്. അത്തരത്തിലുള്ള ഒരു മജ്ലിസിലാണ് നാമേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല ഈ മജ്ലിസിൽ നാമേവരും ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് നീയത്തുണ്ടെങ്കിൽ, ഞങ്ങളിലേക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും, ഞങ്ങളുടെ കച്ചവടത്തിന്റെ വിഷയത്തിലോ കുടുംബത്തിന്റെ വിഷയത്തിലോ ബാക്കി വിഷയത്തിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിന്റെ അകത്തളങ്ങളിൽ അവിടെ നിന്ന് ആ എല്ലാ വിഷയങ്ങളും കരുതിക്കൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുക. തീർച്ചയായും അതിനുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും, അതൊരു സംശയവുമില്ല. കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശ പറയുന്നതായ മധുഹുകൾ പാടുന്നതായ മജ്ലിസും കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കൊടുക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഈ ഒരു പ്രധാനമായ വേദിയെ, ഹബീബ് തങ്ങളുടെ മധുഹ് പറയുന്നതായ വേദിയെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ബുർദാഇന്റെ മജ്ലിസിലേക്ക് ഹബീബ് തങ്ങളുടെ മധുഹുകളും പോരിശകളും പാടിയും ഞങ്ങൾക്ക് ബൈത്തുകൾ മുഖേനയും ബുർദാ മുഖേനയും അതുപോലെ തന്നെ പല മധുഹുകൾ മുഖേനയും പാടിത്തരാൻ എത്തിച്ചേർന്നതായ ഞങ്ങൾക്ക് ഏവർക്കും അറിയപ്പെട്ടതുപോലെ തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നതായ നിസാർ ഖുത്ബി അൽ ഹാദി ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് ഏറ്റി നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഹബീബ് തങ്ങളുടെ മദ്ഹ് പറയാനുള്ള ഭാഗ്യവും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ എന്നുള്ള ദുആ ഉസ്താദ് അവർക്ക് സ്വാഗതമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ അസ്ഹർ റബ്ബാനി ഉസ്താദ് കല്ലൂർ ഉസ്താദ് അവർക്കും ഒരുപാട് കാലം ഹബീബ് തങ്ങളുടെ മദ്ഹ് പാടാനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റി നൽകുമാറാകട്ടെ. അതുപോലെ സൽമാൻ കണ്ണൂർ അവരുകളും അതുപോലെ മുർഷാദ് കല്ലിക്കോട്ടെ ഇവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാലം ഹബീബ് തങ്ങളുടെ മദ്ഹുകൾ പാടാനും പറയാനുമുള്ള ഭാഗ്യവും തൗഫീഖും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയതായ സ്ഥാപനത്തിലെ ഉസ്താദുമാരും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും ഉമ്മ പെങ്ങന്മാരും മുത്തഅല്ലിമീങ്ങൾ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.